വചനം 25. വാക്കർത്ഥം. മിമ്മാ ഖത്വീആതിഹിം, അവരുടെ തെറ്റുകളാൽ, കുറ്റങ്ങളാൽ. ഉഗ്രിഖൂ, അവർ മുക്കപ്പെട്ടു, അവർ നശിപ്പിക്കപ്പെട്ടു. ഫഉദ്ഖിലൂ, എന്നിട്ട് അവർ പ്രവേശിപ്പിക്കപ്പെട്ടു, നാറൻ, അഗ്നിയിൽ. ഫലം യജിദൂ, അപ്പോൾ അവർ കണ്ടെത്തിയില്ല, അവർക്ക് കിട്ടിയില്ല. ലഹും, അവർക്ക്. മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ. അൻസാറ, സഹായികളെ. മിമ്മാ ഖത്വീആതിഹിം ഉഗ്രിഖൂ ഫഉദ്ഖിലൂ നാറൻ ഫലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസാറാ. അവരുടെ തെറ്റുകളാൽ തന്നെ അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവർ തങ്ങൾക്ക് അല്ലാഹു അല്ലാതെയുള്ള സഹായികളെ കണ്ടെത്തിയില്ല. വചനം 25 വിശദീകരണം. നൂഹ് നബി അലൈഹിസ്സലാമയിൽ വിശ്വസിക്കാതിരുന്ന ആ ജനത ഒന്നടങ്കം ജലപ്രളയത്തിൽ നശിച്ചുപോയതും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്ന അല്പം സത്യവിശ്വാസികളും അദ്ദേഹവും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കപ്പലിൽ കയറി രക്ഷപ്പെട്ടതും പ്രസിദ്ധമാണല്ലോ. ഇത് അവർക്ക് ലഭിച്ച ഐഹിക ശിക്ഷയാണ്. പരലോകത്തിലോ നരകാഗ്നിയും. ഇതെല്ലാം അവരുടെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ നിമിത്തമല്ലാതെ സംഭവിച്ചിട്ടില്ല. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് ഫദ്ഖുലൂ നാറ, എന്നിട്ട് അവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഖിയാമത്ത് നാളിൽ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെയും അവർ അതിന് അർഹരായി കഴിഞ്ഞിട്ടുള്ളതിനെയും ഉദ്ദേശിച്ചായിരിക്കാം. അല്ലെങ്കിൽ മുങ്ങി നശിച്ചതോടൊപ്പം തന്നെ അവരെ അള്ളാഹു യഥാർത്ഥത്തിൽ ഒരു അഗ്നിശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് എന്നും വരാവുന്നതാണ്. ചെങ്കടലിൽ മുക്കി നശിപ്പിക്കപ്പെട്ട ഫിർഔനെയും അവൻ്റെ ആൾക്കാരെയും സംബന്ധിച്ച് അവർ രാവിലെയും വൈകുന്നേരവും നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെട്ടു വരുന്നുണ്ടെന്ന് 40-ാം അധ്യായം 46-ാം വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. മരണത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള ഇടക്കാലത്ത് ആലമുൽ ബർസഖ് വെച്ച് മനുഷ്യന് സുഖമയമോ ദുഃഖമയമോ ആയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഖബറിലെ ശിക്ഷ അക്കൂട്ടത്തിൽപ്പെട്ടതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസ് മുഖേനയും സ്ഥാപിതമായിട്ടുള്ളതാണ്. അപ്പോൾ ജലപ്രളയത്തിൽ നശിപ്പിക്കപ്പെട്ടത് മുതൽ ആ ജനതയും ഫിർഔന്റെ ആൾക്കാരെ പോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഗ്നിശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഫദ്ഖുലൂ, എന്നിട്ട് പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന വാക്കിൻ്റെ ആദ്യത്തിൽ കാണുന്ന അവ്യയം ഫ നോക്കുമ്പോൾ മുങ്ങി നശിച്ചതിൻ്റെ ഉടനെ തന്നെ അഗ്നിപ്രവേശനവും സംഭവിച്ചിട്ടുണ്ടെന്ന് വെക്കുവാനാണ് ന്യായം കാണുന്നത്. കൂടാതെ മുക്കി നശിപ്പിച്ചതിനെക്കുറിച്ചും അഗ്നിയിൽ പ്രവേശിപ്പിച്ചതിനെക്കുറിച്ചും രണ്ടും തന്നെ ഭൂതകാലക്രിയ അൽ മാദി ഉപയോഗിച്ചാണല്ലോ അള്ളാഹു പറഞ്ഞിരിക്കുന്നതും. വല്ലാഹു അലം.